നമസ്കാരം. നമസ്കാരം. മട്ടന്നൂരിൽ പിണറായി വിജയന്റെ മരുമകൻ അതായത് മുഹമ്മദ് റിയാസ് മത്സരിക്കാൻ പോണു. ബേപ്പൂരിൽ അൻവർ ഇറങ്ങിയതോടുകൂടി മാത്രമല്ല, ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ തിരിച്ച് UDF അനുകൂലമായിട്ടുള്ള ഒരു കാറ്റാണ് അടിക്കുന്നത് എന്നതുകൊണ്ട് കൂടി അദ്ദേഹത്തെ സുരക്ഷിതമായ മണ്ഡലത്തിലേക്ക്, അതായത് മട്ടന്നൂരിലേക്ക് മാറ്റാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അവിടുന്ന് ശൈലജയെ പിടിച്ചിട്ട് പേരാവൂർ കൊണ്ടിട്ട് സുവർണി ജോസഫിനെ തോൽപ്പിക്കണം എന്നുള്ള ഒരു മാനദണ്ഡം കൊണ്ട് ഇറക്കാൻ പോകുന്നു എന്നുള്ളൊക്കെ വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ തവണ 60,000-ൽ മേലെ വോട്ട്, 61,000-ഓളം വോട്ടിന് ജയിച്ച സീറ്റാണ്, LDF ജയിച്ച സീറ്റാണ് മട്ടന്നൂര്. പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ പിന്നീട് 3,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 57,000 വോട്ട് ഒലിച്ചുപോയി. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്ക് വ്യക്തമല്ല, കാരണം മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ടെടുപ്പ് നടന്നിട്ടില്ല. അപ്പൊ ഈ സന്ദർഭത്തിൽ അവിടെ റിയാസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും പിക്ചർ? കാരണം EP ജയരാജൻ ജയിച്ച സ്ഥലം 40,000 വോട്ടിന്, പിന്നെ ശൈലജ ടീച്ചർ ജയിച്ച സ്ഥലം, ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. എന്തായിരിക്കും ഇത്തവണ? അത് സാറ് കുറച്ചുകൂടെ ചെറുതാക്കി തന്നു സംഭവത്തെ. ഗൗരവം കുറച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് പിണറായി വിജയൻ തന്നെ ധർമ്മടത്തിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നുകൂടാ? ധർമ്മടവും ഇതുപോലെ തന്നെ കുറവ് വന്നിരിക്കുന്ന സ്ഥലമാണ്. ലോക്സഭാ ഇലക്ഷനായപ്പോഴേ ഭയങ്കരമായിട്ട് കുറവ് വന്നിരിക്കുകയാണ് ധർമ്മടത്ത്. അപ്പോൾ പിണറായി വിജയനും മത്സരിച്ച് ജയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മരുമകനങ്ങ് വോട്ടെന്ന് വരികയില്ലേ? പിണറായി ആയതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞിട്ട് മതി മരുമകൻ, എൻ്റെ കാലം കഴിഞ്ഞിട്ട് മതി മരുമകൻ, കട്ടിൽ ഒഴിഞ്ഞിട്ട് മതി മരുമകൻ. അങ്ങനെയാണെങ്കിൽ മറ്റൊന്നൊരു പിണറായി തന്നെ മത്സരിച്ച് കൂടെ വേണമെങ്കിൽ. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അൻവർ ഇയാൾ എവിടെ പോയി മത്സരിച്ചാലും പുറകെയില്ലെന്നാണ് പറയുന്നത്. മറ്റൊന്നിലേക്ക് അൻവർ വന്നാലും മട്ടന്നൂർ ഇപ്പൊ ബേപ്പൂരാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞല്ലോ. അത് UDF ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു ബേപ്പൂരിൽ അൻവർ മത്സരിക്കും എന്നുള്ളത്. CPM-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ ബേപ്പൂർ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 1,313 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. കഴിഞ്ഞ 28,000 വോട്ടിന്റെ ഭൂരിപക്ഷം സ്ഥലമാണ്. അപ്പോൾ അപ്പാടെ 1, 2, 3 സീറ്റ് മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ. അപ്പാടെ നിൽക്കുന്ന 1,313 വോട്ട്, അത് ഒരു കാറ്റിലാണ്ട് ഒലിച്ചു പോകുന്ന. അപ്പൊ മട്ടന്നൂരാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അവിടുത്തെ പാർട്ടി അണികൾ അംഗീകരിക്കുമോ? ഇപ്പോഴത്തെ കുഞ്ഞിക്കണ്ണന്റെ പുസ്തകമൊക്കെ വന്ന് ഭയങ്കര വിവാദമായി, കണ്ണൂരാകെ ഇളകി മറിഞ്ഞ് അതിന്റെ പാർട്ടി അണികൾ നേതാക്കന്മാരെ തല്ലി ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. എവിടുന്ന് തല്ല് കിട്ടുന്ന പേടിയിലാണ് നേതാക്കന്മാർ നടക്കുന്നത്. പ്രത്യേകിച്ചും രക്തസാക്ഷികളുള്ള സ്ഥലത്താണ് നേതാക്കന്മാർക്ക് വലിയ പ്രശ്നമുള്ളത്. മട്ടന്നൂരാണെങ്കിൽ മുമ്പ് വെടിവെപ്പൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ പുഷ്പനെ അറിയുമോ വെച്ചിട്ട് പുഷ്പനെ കുറെ കാലം ജീവനില്ലാതെ കിടത്തി വോട്ടാക്കി മാറ്റിയതാണ്. കുറെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചുള്ള സ്ഥലമാണ് മട്ടന്നൂര്. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്? മട്ടന്നൂർ ഞാൻ ഇവിടെ വരാൻ സാധ്യത എന്ന് പറഞ്ഞതിൻ്റെ കാരണം, കോൺഗ്രസ് അല്ല അവിടെ മത്സരിച്ചത്, RSPയുടെ. ഇവർക്ക് എത്ര ഭൂരിപക്ഷം കിട്ടി ശൈലജ ടീച്ചറെ വലിയ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഘടകകക്ഷി എന്നുള്ള RSPക്കാണ്. RSPക്ക് ഒരു സ്വാധീനവും. പിന്നെ കോൺഗ്രസ്സുകാർ മറ്റ് നിയമങ്ങളുള്ള കണ്ണൂർ സുധാകരൻ മത്സരിക്കുന്നിടത്തേക്ക് കോൺഗ്രസ്സുകാർ പല സ്ഥലത്തേക്കും പോയി. പിന്നെ രണ്ടാമത്, ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ട അറയ്ക്കും. ഇതുപോലൊരു വലിയ താരമാണെന്ന് പറഞ്ഞപ്പം ശൈലജ ടീച്ചറെ പേരാവർക്ക് മാറ്റാമെന്ന് അവർ സമ്മതിക്കും. അങ്ങനെയൊന്നും മാറ്റി പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചത് ഷാഫി പറമ്പലിനെതിരായിട്ട്. അനുഭവം എന്നായിരുന്നു? അവര് ഒന്നിനും കൊള്ളില്ല, ജനങ്ങൾ അംഗീകാരമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കഴിഞ്ഞ വർഷം നിയമസഭാ ഇലക്ഷനിൽ പിണറായിനെക്കാട്ട് 8,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ട്. അത് പിണറായിക്ക് വലിയ ഷോക്കാണ്. അതിന്റെ പേരിലാണ് മന്ത്രിസ്ഥാനം പോലും കൊടുക്കാതിരുന്നത്. അല്ല, ആ മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്ന പിണറായിയെ കവർ ചെയ്യുന്ന ഇമേജിൽ, പബ്ലിക് ഇമേജിൽ പിണറായിയൊക്കെ കവർ ചെയ്ത് ഒരു വിഭാഗം CPM-കാർ തന്നെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ P ജയരാജനൊക്കെ ആയിരിക്കും ഞാൻ കരുതുന്നത്. ശൈലജ ടീച്ചറെ പ്രോത്സാഹിപ്പിക്കാൻ കണ്ണൂർ ലോബിയുടെ കയ്യിൽ നിയന്ത്രണം നിൽക്കണം. അതിനെ പറ്റിയ ആൾ ശൈലജയാണ്. മാത്രമല്ല, എല്ലാ തരികിട പരിപാടിയും കോവിഡ് കാലത്ത് കാണിക്കാൻ അറിയാവുന്നതും കാണിച്ചത്. CPM-ന്റെ എല്ലാ സൂത്രപ്പണികളും, കമ്മീഷൻ മേടിക്കുന്ന, കാശ് മേടിക്കുന്നത്, എല്ലാ പരിപാടിയും അറിയാം. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ആൾ പിണറായി വിജയനേക്കാൾ കുറച്ചുകൂടെ സാമർത്ഥ്യം കാണിക്കുന്ന ഒരു പെണ്ണാണ്. ആൾക്കാരെ കണ്ണുവെട്ടിക്കാന്നൊക്കെ കരുതിയാണ് ഇവരെ കൊണ്ടുവന്നത്. പിണറായി സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചറെക്കാളും മിടുക്കിയായ തട്ടിപ്പുകാരിയെ കൊണ്ടുവന്നല്ലോ ആരോഗ്യമന്ത്രി. അതിന് കഴിവൊന്നും വേണ്ടല്ലോ. അല്ല, അതിൽ ഒരു തമാശ എന്ന് പറഞ്ഞാൽ, മട്ടന്നൂർ സീറ്റിൽ എണ്ണത്തേക്കാൾ കൂടുതലായിട്ട് തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരാണ്. പഴശ്ശിരാജ മട്ടന്നൂർ NSS കോളേജിലൊക്കെ ഒരു കാലത്ത് നക്സലേറ്റ് മൂവ്മെൻറ്റ് വിദ്യാർത്ഥികൾ SFI KSU ഒക്കെ വിട്ട് നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ പുറകെ പോയിക്കൊണ്ടിരുന്നതാണ്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? കഴിഞ്ഞ ലോക്സഭയിൽ എത്ര വോട്ടാണ് കിട്ടിയിരുന്നത്? നിയമസഭയിൽ എത്രയാണ് കിട്ടിയിരുന്നത്?
തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഇത് ഇപ്പം വ്യക്തമല്ല അവിടെ. കഴിഞ്ഞ ലോക്സഭയിൽ ശൈലജയ്ക്ക് 70,466 വോട്ടാണ്. ഷാഫി പറമ്പിലിന് ഇപ്പുറത്ത് കിട്ടിയിരിക്കുന്നത് 67,400. ഷാഫി പറമ്പിൽ 67,000 പിടിച്ചു ലോക്സഭാ ഇലക്ഷൻ. 3034 വോട്ടാണ് വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ. അതായത് 57,000 വോട്ട് 3000 ആയിട്ട്, അല്ല 60,000 വോട്ട് 3000 കുറഞ്ഞു കഴിയുമ്പോൾ 57,000 വോട്ട് ഒലിച്ചുപോയി. എത്ര ഈ 21 തൊട്ട് 24 വരെയുള്ള ആ 3 വർഷം കൊണ്ട്. അപ്പം ശൈലജ നേടിയ വോട്ടിന്റെ മെച്ചം വേറെ തട്ടിപ്പ് പ്രചരണങ്ങളിൽ കൂടെ വ്യക്തിപരമായി കിട്ടിയ വോട്ടുണ്ട്, പാർട്ടി വോട്ട് മാത്രമല്ല. അന്ന് അവരൊരു വലിയ ഫിഗറായി ഏഷ്യാനെറ്റ് മാൻ ഓഫ് ദ ഏഷ്യാനെറ്റിന്റെയും അല്ല ആരോഗ്യ മേഖലയ്ക്ക് വല്ലാത്ത ഉണർവ്. പക്ഷെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. പല ഈ വീണ ജോർജിനെ മാതിരി അവിടെ വീട്ടിലിരുന്ന് കച്ചവടം നടത്തുക മാത്രമല്ല, കാരണം മരുന്ന് കമ്പനികളായിട്ട് കച്ചവടം എല്ലാ സ്ഥലത്തും ഓടിയെത്തിയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവർ വന്നിട്ട് കൃത്യമായി പ്രവർത്തിച്ച് കൃത്യമായി നോക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാ ഇപ്പൊ എന്താ സ്ഥിതി വെച്ചാൽ വീണ ജോർജിനെ ഇതൊന്നും ഇപ്പൊ കാണാറില്ല. അഹങ്കാരത്തിന്റെ ആരോഗ്യരംഗത്ത് സംഭവിച്ചിരിക്കുന്ന തകരാറ് അതല്ല സാറേ. മെഡിക്കൽ കോളേജുകൾ ഇവിടെ എത്ര കോർപ്പറേറ്റ് സെക്ഷനിലുള്ള വൻകിട മെഡിക്കൽ ആശുപത്രികൾ ഇഷ്ടംപോലെ വന്നിരിക്കുന്നു. മേജർ ഓപ്പറേഷനുകളാണ് അവർക്ക് വേണ്ടി. ചെറിയ പാരസെറ്റമോളിൻ്റെ അതൊക്കെ നിങ്ങൾ കൊടുത്ത് കുഴപ്പമില്ല. ബാക്കി എല്ലാ സർജറി അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഹാർട്ട് സർജറി നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ മറ്റ് ഹോസ്പിറ്റലുകൾക്ക് എത്ര നഷ്ടം ഉണ്ടാകുന്നത്. മെഡിക്കൽ സിസ്റ്റം അമൃതയൊക്കെ പഴയതെന്ന് പറയാം. ഇപ്പോൾ പുതിയത് എത്ര എണ്ണം വന്നു. ലേക്ക് ഷോർ വന്നു, വെൽത്ത് കെയർ വന്നു, ആസ്ട്രോ വന്നു. ഇവർക്ക് വേണ്ടേ? അപ്പോൾ ഇവരുടെ ആളാരാ ശരിക്കും? അവരുടെ പേര് പറയണ്ട. പേര് പറഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ജാതി പറഞ്ഞു, വർഗീയത പറഞ്ഞു പറയും. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഇത്തരം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ ധർമാശുപത്രി എന്നുള്ള രാജാവിൻ്റെ കാലത്തെ ലേബൽ അങ്ങോട്ട് മാറ്റി പെയ്ഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് വിജയിക്കുന്നത്. ഏതായാലും മട്ടന്നൂർ ഒരു ടാർഗറ്റാണ് വി ഡി സതീശന്. കാരണം ഇത്തവണ മട്ടന്നൂരിൽ റിയാസ് മത്സരിക്കണം, റിയാസിനെ തോൽപ്പിക്കണം എന്നുള്ള കൃത്യമായ അജണ്ടയുമായിട്ടാണ് യാത്ര കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 4 മണിക്ക് പുറപ്പെടും. രാത്രി ആകുമ്പോഴേക്ക് 7 മണിയാകുമ്പോഴേക്ക് ഇവിടെ എത്തും, കാസർഗോഡ് എത്തും. അപ്പം എന്തായാലും വെറുതും കയ്യോടെ വി ഡി സതീശൻ മട്ടന്നൂർ വഴി പോരില്ല, ഉറപ്പാണ്. അവിടെ വെറും കൈയോടെ ആയിരിക്കുമല്ലോ മട്ടന്നൂരും ധർമ്മടവും ഒക്കെ കയ്യിലെടുത്തിട്ടേ പോരുള്ളൂ എന്നുള്ളതാണ്. ഈവൻ തലശ്ശേരി പോലും കയ്യിലെടുത്ത് പോരും. പയ്യൊന്നവർ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുകയാണ്. അല്ല, തലശ്ശേരിയില് ഷംസീറിന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. വഴിയിലിട്ട് കൊട്ടാനുള്ള ചെണ്ടയല്ല സ്പീക്കർ എന്ന് പറഞ്ഞു. അപ്പം കൊട്ടാനുള്ള കാരണം ഉണ്ടാക്കുന്ന CPM കാരാണ്. തലശ്ശേരി ഷംസീർ നിൽക്കണം നിർബന്ധം തന്നെ. അവിടെ ഈ കളി നടക്കും. ചിലപ്പോൾ വെല്ലുവിളി ധർമ്മടത്തിൽ നിന്ന് മാറാൻ തീരുമാനിച്ച് മത്സരിക്കാൻ ധർമ്മടത്തേക്ക് അല്ലെങ്കിൽ തലശ്ശേരിയിലേക്ക് മാറ്റാം ഒരാളെ. ഒരാൾക്ക് മട്ടന്നൂർ മത്സരിക്കാം, മറ്റേയാൾക്ക് ധർമ്മടത്തിൽ മത്സരിക്കാം. അച്ഛൻ്റെ മരുവൻ്റെ പ്രശ്നം അവർ പരിഹരിച്ചില്ലേ? ഭയങ്കരമായ തർക്കങ്ങൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കും. ഭയങ്കരമായ തർക്കങ്ങൾ. നമ്മൾ അടിയല്ലാത്ത എല്ലാം അവിടെ നടക്കുന്നുണ്ടാണ്. അടിയല്ലാത്ത എല്ലാം. പി ജയരാജനെ പൂർണ്ണമായിട്ട് ഇവരെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ പലരും പി ജയരാജനോട് അടുത്തുകൊണ്ടിരിക്കുക കൂടുതലായിട്ട്. കാരണം പാർട്ടി പിടിച്ചു നിർത്തുന്ന പി ജയരാജൻ വേണം. ഈ ഇങ്ങനെയുടെ പുസ്തക പ്രകാശനത്തെപ്പറ്റി പറഞ്ഞപ്പം പി ജയരാജൻ പൊട്ടിച്ചിരിച്ചെന്നാണ് പറഞ്ഞത്. ഇത്രയും 3 ആളെന്നൊക്കെ ചോദിച്ചത്. അത് കളിയാക്കിയത് ഇവരെയാണ്. എം വി ജയരാജനൊക്കെ കളിയാക്കിയത്. അവർ നല്ല ശക്തിയായിട്ട് പ്രചരണം നടത്തിയാണല്ലോ. എന്നിട്ട് അത്ര ആൾ അവിടെ ചെന്നോ, ഇയാളെ കൊലംകുത്തിയാന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ പിണറായി പി ജയരാജൻ നേരിട്ട് ചോദിച്ചെന്നാണ് പറയുന്നത്. ശരി. ഏതായാലും കണ്ണൂർ CPMൻ്റെ ഉള്ളിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അണികൾ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട്, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ അതാണല്ലോ, അണികൾ നേതാക്കന്മാരെ തിരുത്തണമെന്നാണ്. ആ തിരുത്താൻ ശ്രമിക്കുമ്പോൾ ആ നേതാക്കന്മാർ ഉടുമുണ്ട് തലയിൽ മുട്ടിട്ട് ഓടേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മട്ടന്നൂർ. കാരണം 5 പേർ വെടിയേറ്റ് മരിച്ചൊരു സ്ഥലമാണ് അത്. അന്ന് തന്നെ പിണറായി വിജയൻ ആ സ്വാശ്രയ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകളെ അമൃതാനന്ദ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തി അതിനെ പരിഹസിച്ച ഒരാളാണ്. അപ്പോൾ ഈ വിധത്തിലെല്ലാം തന്നെ എല്ലാം കൊണ്ടും മട്ടന്നൂർ റിയാസിന്റെ ഭാവി ഇതോടുകൂടി നിശ്ചയിക്കുന്ന ഒരു സ്ഥലമായിരിക്കും എന്ന് കരുതാം. ഇത്ര മണ്ടനാണ് റിയാസ് ഒന്നും പറയണ്ട. റിയാസ് മത്സരിക്കുന്നില്ലെങ്കിൽ അങ്ങനെയും വരാം. ഇത്തവണ മത്സര രംഗത്തുനിന്ന് മാറുന്ന പാർട്ടി പ്രവർത്തനം മാത്രം. റിയാസ് അവിടെ വിജയിക്കുമല്ലേ? ഒറ്റ വാചകത്തിൽ എന്നാൽ തോക്കും. എപ്പോൾ തോറ്റെന്ന് ചോദിച്ചാൽ മതി.
അപ്പോൾ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. റിയാസ് മട്ടന്നൂരിൽ നിന്ന് ജയിക്കുമോ, അവിടെ നിന്ന് ശൈലജ ടീച്ചറെ മാറ്റുമോ, ആരായിരിക്കും UDF സ്ഥാനാർത്ഥി? ഇത്രയും കാര്യമാണ് നമുക്ക് അറിയാനുള്ളത്. നന്ദി, നമസ്കാരം.